റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതിൻ്റെ ഫംഗ്ഷനുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ്. ഏറ്റവും വലിയ പ്രത്യേകത റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിൽ ബാങ്ക് എന്ന് പറയുന്ന ടേം. അപ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ബാങ്ക് എന്ന് പറയുന്ന ടേം വരുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സാമ്പത്തിക സേവനങ്ങൾ അവിടെ നിന്ന് നേടാം. ഓക്കെ. പക്ഷേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത പൊതുജനങ്ങളുമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡീലിങ്സ് നടത്തുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഒരു വ്യക്തിക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കില്ല. ഓക്കെ. സാമ്പത്തിക സേവനങ്ങൾ കിട്ടില്ല. ഓക്കെ. അപ്പോൾ പിന്നെ ആർക്കൊക്കെയാണ് ഈ സാമ്പത്തിക സേവനങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും കിട്ടുന്നത്? ഓക്കെ. നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ്റിന്, അത് സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ. എങ്കിൽ നമുക്ക് പറയാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ബാങ്കർ ടു ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ്റിൻ്റെ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ എല്ലാ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. എങ്കിൽ നമുക്ക് പറയാം, റിസർവ് ബാങ്ക് എന്ന് പറയുന്നത് ബാങ്കേഴ്സ് ബാങ്കാണ്, ബാങ്കുകളുടെ ബാങ്കാണ്. ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വ്യക്തികളുമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ യാതൊരു ഡീലിങ്സും നടത്തുന്നില്ല. പിന്നീട് ആരുമായിട്ടാണ്? ഗവൺമെൻറ്റുമായിട്ടും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷനിലേക്ക് കടക്കാം. റിസർവ് ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇഷ്യൂവർ ഓഫ് കറൻസി നോട്ട് എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഓക്കെ. അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, എല്ലാ കറൻസി നോട്ടുകളും ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിലും ₹1 നോട്ട്സും അതുപോലെ തന്നെ കോയിൻസും, ഈ രണ്ട് കാര്യങ്ങൾ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കില്ല. അത് ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഓക്കെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ഇഷ്യൂയിങ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റും. ഇതിൽ ഇഷ്യൂയിങ് ഡിപ്പാർട്ട്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ് രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യുക എന്നുള്ളത്. ഈ കറൻസി നോട്ടിൻ്റെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ രാജ്യത്തും ഓരോ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ രാജ്യം ഫോളോ ചെയ്യുന്നത് മിനിമം റിസർവ് സിസ്റ്റമാണ്. ഓക്കെ. അപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒന്നാമത്തെ ഫംഗ്ഷനാണ് നമ്മൾ പറഞ്ഞത് ഇഷ്യൂവർ ഓഫ് കറൻസി നോട്ട്. രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കോയിനുകളും ₹1 നോട്ടും ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഈ കറൻസി നോട്ട് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം മിനിമം റിസർവ് സിസ്റ്റമാണ്. ഇതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇഷ്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആണ് കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് രണ്ടാമത്തെ ഫംഗ്ഷനിലേക്ക് കടക്കാം. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബാങ്കർ ടു ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ്റിൻ്റെ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്തുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ബാങ്കർ ടു ഗവൺമെൻറ് എന്ന് വിളിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ്? റിസർവ് ബാങ്കിൽ എന്ത് ചെയ്യാം? സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇതുകൂടാതെ നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ്റിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, അത് സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് വേണ്ടി പൈസ കളക്ട് ചെയ്യുന്നത് റെസിപ്റ്റ് ഓൺ ബിഹാഫ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും വേണ്ടി എന്ത് ചെയ്യുന്നത്? റെസിപ്റ്റ്, അതായത് എന്തെങ്കിലുമൊക്കെ കിട്ടാനുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കളക്ഷൻസ് ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള കളക്ഷൻസ് നടത്തുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ആൻഡ് പേയ്മെൻറ്റ്സ് ഓൺ ബിഹാഫ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റുകൾ നടത്തുന്നതും ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇതുകൂടാതെ വേൾഡ് ബാങ്ക്, IMF ഇങ്ങനെയുള്ള സംവിധാനങ്ങളിൽ നമ്മുടെ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ എന്തെന്ന് വിളിക്കുന്നത്? ബാങ്കർ ടു ഗവൺമെൻറ് എന്ന് വിളിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ ഫംഗ്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ദാറ്റ് ഈസ് ബാങ്കേഴ്സ് ബാങ്ക്. ബാങ്കുകളുടെ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്തുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ബാങ്കേഴ്സ് ബാങ്ക് എന്ന് വിളിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, എല്ലാ ബാങ്കുകളും, നമ്മുടെ രാജ്യത്തെ എല്ലാ ബാങ്കുകളും നിർബന്ധമായിട്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഈ ബാങ്കുകൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൂടാതെ എല്ലാ ബാങ്കുകളും അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഏൽപ്പിക്കണം. ആ പെർസെൻറ്റേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാഷ് റിസർവ് റേഷ്യോ. അതായത് എല്ലാ കൊമേഴ്സ്യൽ ബാങ്കുകളും അവർക്ക് കിട്ടുന്ന നിക്ഷേപത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം റിസർവ് ബാങ്കിനെ ഏൽപ്പിക്കണം. ബാക്കി മാത്രമേ അവർക്ക് എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ?
വായ്പകളായിട്ട് നൽകാനൊക്കത്തുള്ളൂ. അതായത് 100 രൂപ നിങ്ങൾക്ക് ഡെപ്പോസിറ്റിൽ കിട്ടുകയാണെങ്കിൽ, പലതരത്തിലുള്ള ഡെപ്പോസിറ്റുകളുണ്ടെന്ന് നമുക്കറിയാം, ആ ഡെപ്പോസിറ്റിലൂടെ കളക്ട് ചെയ്യുന്ന പൈസ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 രൂപ ഡെപ്പോസിറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, അതിൻ്റെ 3%, പ്രസന്റ് റേറ്റ് അതാണ് 3%, അതായത് 3 രൂപ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഏൽപ്പിക്കണം. ബാക്കി 97 രൂപ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ, ലോൺ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാനൊക്കത്തുള്ളൂ. ഈ 3% നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാഷ് റിസർവ് റേഷ്യോ. ഓക്കെ, അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാങ്കേഴ്സ് ബാങ്ക് എന്ന് വിളിക്കുന്നത്. അടുത്തതായിട്ട് റെഗുലേറ്റർ ഓഫ് ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ രാജ്യത്തെ ബാങ്കുകളെയും അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങളെയും റെഗുലേറ്റ് ചെയ്യേണ്ട ജോലിയും ആർക്കാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 4ാമത്തെ ഫംഗ്ഷനാണ് റെഗുലേറ്റർ ഓഫ് ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങളുടെയും ബാങ്കുകളെയും നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 5ാമത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ, കൺട്രോളർ ഓഫ് കറൻസി ആൻഡ് ക്രെഡിറ്റ്. നമ്മുടെ രാജ്യത്തെ കറൻസിയുടെയും അതുപോലെ തന്നെ ക്രെഡിറ്റിൻ്റെയും കൺട്രോളർ. അതായത് നമ്മുടെ രാജ്യത്ത് 2 തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം. എക്കണോമിയുമായി ബന്ധപ്പെട്ട് 2 തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടാവാം, ഇൻഫ്ലേഷനും അതുപോലെ തന്നെ ഡിഫ്ലേഷനും. എന്താണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ എക്കണോമിയിൽ ആവശ്യത്തിൽ കൂടുതൽ ക്യാഷ് സർക്കുലേഷൻ നടക്കുകയാണെങ്കിൽ, അതായത് ക്യാഷിൻ്റെ അളവ് കൂടുന്നുവെങ്കിൽ, എക്കണോമിയിൽ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ക്യാഷ് വരുന്നുവെങ്കിൽ അതിന് നമ്മൾ ഇൻഫ്ലേഷൻ എന്നും, എക്കണോമിയിൽ ആവശ്യമുള്ളതിനേക്കാൾ ക്യാഷിൻ്റെ അളവ് കുറവാണെങ്കിൽ അതിനെ ഡിഫ്ലേഷൻ എന്നും പറയും. ഈ 2 സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഈ സിറ്റുവേഷൻസിനെ ടാക്കിൾ ചെയ്യുക, ഇതിനെ കൺട്രോൾ ചെയ്യുക, ഇത് മെയിൻറ്റെയിൻ ചെയ്യുക, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. ഇതിനു വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പല പല മാർഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു മാർഗം ഞാനിവിടെ പറയുകയാണ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഗവൺമെൻറ് സാമ്പത്തിക ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കളക്ട് ചെയ്യാനുള്ള ഒരു മാർഗം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഗവൺമെൻറ് ഫീൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഫീൽ ചെയ്യുകയാണ്, നമ്മുടെ എക്കണോമിയിൽ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ മണി സർക്കുലേഷനിൽ നിൽക്കുകയാണ്, അതായത് പണത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് കുറയ്ക്കണം. ഇത് കുറയ്ക്കാനുള്ള ഒരു മാർഗമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടി ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പൊതുജനങ്ങൾക്ക് വിൽക്കുന്നു. അങ്ങനെ പൊതുജനങ്ങൾക്ക് നമ്മൾ സെക്യൂരിറ്റീസ് വിൽക്കുമ്പോൾ പൊതുജനങ്ങൾ അവരുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഏൽപ്പിക്കുന്നു. സെക്യൂരിറ്റീസ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അവർ പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ എക്കണോമിയിൽ നിന്നും എന്ത് ചെയ്യുന്നു, ക്യാഷ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് വരുന്നു. എക്കണോമിയിലുള്ള ക്യാഷിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ സിറ്റുവേഷനെ നമ്മൾ സോൾവ് ചെയ്തു. ഓക്കെ, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ ഡിഫ്ലേഷൻ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. അതായത് എക്കണോമിയിൽ ആവശ്യമുള്ള അത്രയും ക്യാഷ് ഇല്ല എന്ന് റിസർവ് ബാങ്കിന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഈ വാങ്ങി വെച്ചിരിക്കുന്ന സെക്യൂരിറ്റീസ്, ഓക്കെ, അതായത് നമ്മൾ പൊതുജനങ്ങൾക്ക് വിറ്റ സെക്യൂരിറ്റീസ്, അപ്പോൾ വിറ്റപ്പോൾ അവിടെ ഇരിക്കുന്ന ക്യാഷ് നമ്മളിലേക്ക് വന്നു. ഓക്കെ, പൊതുജനങ്ങൾക്ക് വിറ്റിരിക്കുന്ന സെക്യൂരിറ്റീസ് നമ്മൾ തിരിച്ചു വാങ്ങുന്നു. അപ്പോൾ പൊതുജനങ്ങളിൽ നിന്നും ആ സെക്യൂരിറ്റീസ് തിരിച്ചു വാങ്ങിയിട്ട് അവരുടെ ക്യാഷും അതുവരെയുള്ള അവരുടെ ഇൻട്രസ്റ്റും എന്ത് ചെയ്യുന്നു, നമ്മൾ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ വീണ്ടും എക്കണോമിയിലേക്ക് എന്ത് ചെയ്യുന്നു, ക്യാഷ് വരും. ഇതിനെയാണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫ്ലേഷനെയും ഡിഫ്ലേഷനെയും കൺട്രോൾ ചെയ്യാനുള്ളൊരു മാർഗമാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത് ആര് കറക്റ്റായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പെർഫോം ചെയ്യുന്നുണ്ട്. ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഫംഗ്ഷനാണ്. അടുത്തായിട്ട് ചേഞ്ച് ഇൻ ക്യാഷ് റിസർവ് റേഷ്യോ. ക്യാഷ് റിസർവ് റേഷ്യോ ചേഞ്ച് ചെയ്യുന്നു. ക്യാഷ് റിസർവ് റേഷ്യോ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്താണ്? എല്ലാ ബാങ്കുകളും അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റിൽ ഒരു നിശ്ചിത ശതമാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഏൽപ്പിക്കണം. ബാക്കി മാത്രമേ വായ്പകൾ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ കൊമേഴ്സ്യൽ ബാങ്കുകൾ പൊതുജനങ്ങൾക്ക് വായ്പകൾ കൊടുക്കുമ്പോൾ എക്കണോമിയിലുള്ള പണത്തിൻ്റെ അളവ് എന്ത് ചെയ്യുകയാണ്? കൂടുകയാണ്. ഓക്കെ, അപ്പോൾ വായ്പ കൊടുക്കുന്ന പരിധി കുറയ്ക്കണം. വായ്പ കൊടുക്കാനുള്ള കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ കഴിവ് കുറയ്ക്കണം. അവരുടെ കയ്യിലിരിക്കുന്ന ഫണ്ട് കുറയ്ക്കണം. അതിനുവേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ക്യാഷ് റിസർവ് റേഷ്യോ കൂട്ടും. അതായത് 3% എന്നുള്ളത് 10%ലേക്ക് കൊണ്ടുവരുന്നെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് നേരത്തെ 100 രൂപ കിട്ടുമ്പോൾ 3 രൂപ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏൽപ്പിക്കണം. ബാക്കി 97 രൂപ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കാം. ഓക്കെ, ഇത് ഇൻഫ്ലേഷൻ എന്ന സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ക്യാഷ് റിസർവ് റേഷ്യോ അങ്ങ് കൂട്ടുന്നു. സപ്പോസ് 3 എന്ന് പറയുന്നത് 10ലേക്ക് വർദ്ധിപ്പിക്കുന്നെന്ന് വിചാരിക്കുക. ക്യാഷ് റിസർവ് റേഷ്യോ 10 ആക്കി മാറ്റി.
ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 100 രൂപ കൊമേഴ്സ്യൽ ബാങ്കിന് കിട്ടുമ്പോൾ അതിൽ 10 രൂപ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഏൽപ്പിക്കണം. ബാക്കി 90 രൂപ മാത്രമേ ആർക്ക് വായ്പ കൊടുക്കാൻ വേണ്ടി കൈ കാണുള്ളൂ? കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് കൈ കാണുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. അപ്പോൾ ഇൻഫ്ലേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടി ക്യാഷ് റിസർവ് റേഷ്യോ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. ഇനി ഡിഫ്ലേഷൻ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവും. എന്താണ് ഡിഫ്ലേഷൻ? ആവശ്യത്തിന് പണമില്ലാത്തൊരവസ്ഥ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ CRR ക്യാഷ് റിസർവ് റേഷ്യോ കുറയ്ക്കും. അതായത് 100 രൂപ കിട്ടുന്ന സമയത്ത് നമ്മൾ പറയുന്നത് നമുക്ക് 1 രൂപ മതി, ബാക്കി 99 രൂപ നിങ്ങൾ എന്ത് ചെയ്യുക? ലോൺ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറയുന്നു. അപ്പോൾ അങ്ങനെ CRR കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഫ്ലേഷനെയും ഡിഫ്ലേഷനെയും എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാം. ഇതുപോലെ തന്നെയുള്ള മറ്റൊരെണ്ണമാണ് ചേഞ്ച് ഇൻ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, SLR എന്ന് പറയും. എന്താണ് SLR? എല്ലാ കൊമേഴ്സ്യൽ ബാങ്കുകളും അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റിന്റെ ഒരു നിശ്ചിത ശതമാനം ലിക്വിഡ് ക്യാഷ് ആയിട്ട് കയ്യിൽ തന്നെ വെക്കണം, ബാക്കി മാത്രമേ ലോൺ കൊടുക്കാൻ ഒക്കൂ. ഓക്കെ, അതായത് ഒരു 100 രൂപ കിട്ടുകയാണെങ്കിൽ ആ 100 രൂപയിൽ പ്രസന്റ് SLR എന്ന് പറയുന്നത് 18%. അതായത് നിങ്ങൾക്ക് 100 രൂപ കിട്ടുകയാണെങ്കിൽ അതിൽ 18 രൂപ നിങ്ങൾ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ആയിട്ട് വെക്കണം. ഓക്കെ, ബാക്കിയുള്ള 72 രൂപ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഒക്കത്തുള്ളൂ? ലോൺ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ. ഓക്കെ, അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഫീൽ ചെയ്യുകയാണ് ഇപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എക്കണോമിയിൽ ആവശ്യത്തിൽ കൂടുതൽ ക്യാഷ് ഉണ്ട്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഈ SLR റേറ്റ് അങ്ങ് കൂട്ടും. SLR 18 നിന്ന് 25 കൊണ്ടുവരുന്നു. അപ്പോൾ 75 രൂപ മാത്രമേ കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് എന്ത് കൊടുക്കാൻ വേണ്ടി കാണുള്ളൂ? ലോൺ കൊടുക്കാൻ വേണ്ടി കാണുള്ളൂ. അപ്പോൾ അവരുടെ ലോൺ കൊടുക്കാനുള്ള കഴിവ് എന്ത് ചെയ്തു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കുറച്ചു. അപ്പോൾ ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് SLR റേറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇനി ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാവുമെന്ന് വിചാരിക്കും. എന്താണ് ഡിഫ്ലേഷൻ എന്ന് പറയുമ്പോൾ? എക്കണോമിയിൽ ആവശ്യത്തിന് ക്യാഷ് ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ വരുമ്പോൾ SLR റേറ്റ് അങ്ങ് കുറയ്ക്കും, 18 നിന്നും 10 കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ 100 രൂപ ഒരു കൊമേഴ്സ്യൽ ബാങ്കിന് ഡെപ്പോസിറ്റ് കിട്ടുകയാണെങ്കിൽ അതിൽ 10 രൂപ അവരെന്ത് ചെയ്യണം? ലിക്വിഡ് ക്യാഷ് ആയിട്ട് കൈവശം വെക്കണം. ബാക്കി 90 രൂപ എന്ത് ചെയ്യാം? ലോൺ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ CRRും SLRും ഈ 2 റേറ്റുകളിലും എന്ത് ചെയ്യുന്നുണ്ട്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺട്രോളും എന്ത് ചെയ്യുന്നു? ഏർപ്പെടുത്തുന്നുണ്ട്. കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. അടുത്തതായിട്ട് മറ്റൊരു മാർഗമാണ് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും. എന്താണ് റിപ്പോ റേറ്റ് എന്ന് പറയുമ്പോൾ? എല്ലാ കൊമേഴ്സ്യൽ ബാങ്കുകളിൽ നിന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യത്തെ കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കും. അതായത് കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ കയ്യിൽ ഫണ്ടില്ലാത്തൊരവസ്ഥ വരുന്നു, ഡെപ്പോസിറ്റുകൾ കിട്ടുന്നില്ല. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കയ്യിലിരിക്കുന്ന ക്യാഷ് ആർക്ക് കൊടുക്കുന്നു? കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ കൊടുക്കുമ്പോൾ പലിശ കൊടുക്കാൻ കൊമേഴ്സ്യൽ ബാങ്ക് ബാധ്യസ്ഥനാണ്. ആ റേറ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിപ്പോ റേറ്റ്. ഓക്കെ, സപ്പോസ് അത് 5% വിചാരിക്കുക. ഓക്കെ, ഈ 5% റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും വായ്പയെടുത്ത് കൊമേഴ്സ്യൽ ബാങ്ക് എന്ത് ചെയ്യുന്നു? പൊതുജനങ്ങൾക്ക് 8% വായ്പയായിട്ട് കൊടുക്കുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? റിസർവ് ബാങ്കിന് ഫീൽ ചെയ്യുകയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നു. ഓക്കെ, എങ്ങനെയും എക്കണോമിയിൽ നിന്നും പണത്തിൻ്റെ ഒഴുക്ക് കുറയ്ക്കണം, ആവശ്യത്തിൽ കൂടുതൽ എക്കണോമിയിൽ ക്യാഷ് നിൽക്കുകയാണ്. ഇങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ റിസർവ് ബാങ്കിന് ചെയ്യാൻ ഒക്കുന്ന മാർഗമാണ് റിപ്പോ റേറ്റ് അങ്ങ് കൂട്ടുക. റിപ്പോ റേറ്റ് 8% മാറ്റി, അല്ലെങ്കിൽ 10% വർദ്ധിപ്പിക്കുന്നു. അതായത് ഒരു കൊമേഴ്സ്യൽ ബാങ്ക് റിസർവ് ബാങ്ക് വന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് 10% റിസർവ് ബാങ്ക് കൊടുക്കുന്നത്. ഈ 10% റിസർവ് ബാങ്കിൽ നിന്ന് വാങ്ങുന്ന കൊമേഴ്സ്യൽ ബാങ്ക് 12%, 13% കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ടി വരും, പൊതുജനങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയാൽ പൊതുജനങ്ങൾ സ്വാഭാവികമായിട്ടും വായ്പ എടുക്കുന്നതിൽ നിന്നും പിൻവലിയും. അങ്ങനെ പിൻവലിഞ്ഞാൽ എക്കണോമിയിലേക്കുള്ള ക്യാഷിൻ്റെ ഒഴുക്കിനെ നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാം. അപ്പോൾ റിപ്പോ റേറ്റ് എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സിറ്റുവേഷനെ എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാം. റിവേഴ്സ് റിപ്പോ എന്ന് പറയുമ്പോൾ എന്താണ്? കൊമേഴ്സ്യൽ ബാങ്കുകളിൽ നിന്നും റിസർവ് ബാങ്ക് ലോൺ എടുക്കും. ഓക്കെ, അപ്പോൾ കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ കയ്യിലിരിക്കുന്ന പൈസ അട്രാക്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോൺ എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ റിവേഴ്സ് റിപ്പോ എന്ന് പറയും. സപ്പോസ് അവിടെയും പലിശ കൊടുക്കണം. ആര്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊമേഴ്സ്യൽ ബാങ്കിന് പലിശ കൊടുക്കണം. സപ്പോസ് 8% അല്ലെങ്കിൽ 10% ഇപ്പോഴത്തെ റിവേഴ്സ് റിപ്പോ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാവുന്നു. ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എക്കണോമിയിൽ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ പൈസ
ഇനിയും പൊതുജനങ്ങളിലേക്ക് ക്യാഷ് പോകാൻ പാടില്ല. ഓക്കെ, ആ ഒരു സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊമേഴ്സ്യൽ ബാങ്കിനോട് പറയും 10 എന്ന് പറയുന്ന റിവേഴ്സ് റിപ്പോ ഞങ്ങൾ 15 ആക്കി തരാൻ സന്നദ്ധരാണ്. ഓക്കെ, അതായത് നിങ്ങൾ ഞങ്ങൾക്ക് പൈസ തരികയാണെങ്കിൽ ഞങ്ങൾ 15% തരാം. പൊതുജനങ്ങൾക്ക് 12%-ത്തിനാണ് ആര് കൊമേഴ്സ്യൽ ബാങ്കുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിസർവ് ബാങ്ക് പറയുകയാണെങ്കിൽ ഞങ്ങൾ 15% തരാം എന്ന് പറയുന്ന സമയത്ത് പൊതുജനങ്ങൾക്ക് വായ്പകൾ കൊടുക്കാതെ കൊമേഴ്സ്യൽ ബാങ്കുകൾ ആ വായ്പകൾ ആർക്ക് നൽകുന്നു? റിസർവ് ബാങ്കിന് നൽകുന്നു. അങ്ങനെ പൊതുജനങ്ങൾക്ക് കിട്ടേണ്ട പൈസ റിസർവ് ബാങ്കിലേക്ക് മാറുന്നു. അപ്പോൾ നമ്മുടെ എക്കണോമിയിലേക്കുള്ള ക്യാഷിന്റെ ഒഴുക്ക് ആര് നിയന്ത്രിക്കുന്നു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയന്ത്രിക്കുന്നു. അതിനുവേണ്ടി എന്താണ് ചെയ്യുന്നത്? റിവേഴ്സ് റിപ്പോ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഡിഫ്ലേഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് എന്താണ്? നമ്മുടെ രാജ്യത്തെ ഇൻഫ്ലേഷനെയും ഡിഫ്ലേഷനെയും കറക്റ്റ് ചെയ്യാൻ വേണ്ടി, കൺട്രോൾ ചെയ്യാൻ വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കാലാകാലങ്ങളിൽ പല പല മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യും. അതിലൊന്നാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, രണ്ടാമത്തതാണ് ചേഞ്ച് ഇൻ ക്യാഷ് റിസർവ് റേഷ്യോ, മൂന്നാണ് ചേഞ്ച് ഇൻ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അടുത്തായിട്ട് നമ്മൾ പറഞ്ഞു എന്താണ്? ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഓഫ് റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ റേറ്റ്. അടുത്തായിട്ട് കാരണമാണ് എന്താണ്? ഇഷ്യൂയിങ് ഗൈഡ് ലൈൻസ് കൊടുക്കുന്നു, മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. വേറെ ഒന്നും ചെയ്യുന്നില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യത്തെ കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കും. അതായത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ എക്കണോമിയിലേക്ക് ആവശ്യമില്ലാതെ ലോൺ കൊടുക്കുന്നത് അല്ലെങ്കിൽ പൈസ വരുന്നത് ഒഴിവാക്കണം. അതായത് ചില കാര്യങ്ങൾക്ക് വേണ്ടി ലോൺ കൊടുക്കാൻ പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കും. അതായത് പ്രധാനമായിട്ടും ലോണുകൾ 2 തരത്തിലുണ്ട്. പ്രൊഡക്റ്റീവും ഉണ്ട്, അതുപോലെ തന്നെ അൺപ്രൊഡക്റ്റീവും ഉണ്ട്. ഏതെങ്കിലും ഒരു ലോൺ എടുക്കുന്ന വ്യക്തി ആ ലോൺ എടുത്ത പൈസ ഉപയോഗിച്ചുകൊണ്ട് ഇൻകം ജനറേഷൻ ചെയ്യുകയാണെങ്കിൽ, അതായത് ആ ലോൺ ഉപയോഗിച്ച് അയാൾ എന്ത് ചെയ്യുന്നു? എന്തെങ്കിലുമൊക്കെ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ അത്തരം ലോണുകളെ നമ്മൾ പ്രൊഡക്റ്റീവ് ലോണുകൾ എന്ന് വിളിക്കും. അതായത് ഒരു വ്യക്തി ലോൺ എടുത്ത് പശുവിനെ വാങ്ങുന്നു, അല്ലെങ്കിൽ കാർഷിക മേഖലയിലേക്ക് ലോൺ മാറ്റുന്നു, അല്ലെങ്കിൽ അയാൾ ബിസിനസ് ആരംഭിക്കുന്നു, അല്ലെങ്കിൽ അയാൾ ഒരു ഇൻഡസ്ട്രി ആരംഭിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അയാൾ ആ ലോണിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, വരുമാനം ഉണ്ടാക്കുന്നത്. എങ്കിൽ നമ്മൾ പറയും അത്തരം ലോണുകൾ എന്ന് പറയുന്ന പ്രൊഡക്റ്റീവ് ലോണുകളാണെന്ന് പറയും. ഇനി മറ്റൊരെണ്ണമുണ്ട് അൺപ്രൊഡക്റ്റീവ് ലോണുകൾ. അൺപ്രൊഡക്റ്റീവ് ലോൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ലോൺ എടുത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ അതിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഒക്കുന്നില്ല. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വാഹനം വാങ്ങുന്നു, ഒരു കാറ് വാങ്ങുന്നു ലോൺ എടുത്ത്, അത് അൺപ്രൊഡക്റ്റീവാണ്. ഓക്കെ, നമ്മുടെ പോക്കറ്റിൽ നിന്ന് വീണ്ടും വീണ്ടും പെട്രോൾ അടിക്കാൻ വേണ്ടി പൈസ പൊക്കോണ്ടിരിക്കുന്നതല്ലാതെ ആ കാർ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല? ഇൻകം തരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വീട് പണിയുന്നു, ലോൺ എടുത്തൊരു ഹൗസിംഗ് ലോൺ എടുക്കുന്നു. ഓക്കെ, അതും എന്താണ്? അൺപ്രൊഡക്റ്റീവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അൺപ്രൊഡക്റ്റീവായിട്ടുള്ള സെക്ടേഴ്സിന് ലോൺ കൊടുക്കുന്ന ഒഴിവാക്കാൻ പറയും. ഓക്കെ, അപ്പോൾ അവിടെ നിർദ്ദേശം കൊടുക്കുകയാണ്, ഗൈഡ് ലൈൻസ് കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഗൈഡ് ലൈൻസിലൂടെയും ഇൻഫ്ലേഷനെയും ഡിഫ്ലേഷനെയും ആര് കൺട്രോൾ ചെയ്യുന്നുണ്ട്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇഷ്യൂവർ ഓഫ് കറൻസി നോട്ട്, ബാങ്കർ ടു ഗവൺമെന്റ്, ബാങ്കേഴ്സ് ബാങ്ക്. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞത് റെഗുലേറ്റർ ഓഫ് ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അഞ്ചാമതായിട്ട് നമ്മൾ പറഞ്ഞത് കൺട്രോളർ ഓഫ് കറൻസി ആൻഡ് ക്രെഡിറ്റ്. അടുത്തൊരെണ്ണമാണ് മാനേജർ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. നമ്മുടെ രാജ്യത്തെ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന വിദേശ രാജ്യങ്ങളുടെ കറൻസിയെയാണ് നമ്മൾ എന്ന് പറയുന്ന ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഈ ഫോറിൻ എക്സ്ചേഞ്ചിനെ മാനേജ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇതിനുവേണ്ടി ഫോറിൻ എക്സ്ചേഞ്ച് ഡീലേഴ്സിനെ ആര് അപ്പോയിന്റ് ചെയ്യുന്നു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യുന്നു. ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഡീലേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഓരോ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ RBIക്ക് നൽകണമെന്നുള്ളതാണ്. അങ്ങനെ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തെ ഫോറിൻ എക്സ്ചേഞ്ചിനെ ആര് കൺട്രോൾ ചെയ്യുന്നു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺട്രോൾ ചെയ്യുന്നു. അവസാനമായിട്ട് അടുത്തൊരെണ്ണമാണ് പബ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് ഡേറ്റ ആൻഡ് അതർ ഡേറ്റ. ഓക്കെ, നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക നയങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിവരങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഈ വിവരങ്ങൾ രാജ്യത്തെ പൊതുജനങ്ങൾക്കും മീഡിയാസിനും ഒക്കെ ഉപയോഗിക്കാം. ഈ വിവരങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ മറ്റ് പ്രസിദ്ധീകരണങ്ങളിൽ കൂടിയൊക്കെ പൊതുജനങ്ങളിലേക്കും മീഡിയാസിലും ഒക്കെ എത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഫംഗ്ഷനാണ്. പൊതു താല്പര്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നയങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക. അതിനു വേണ്ടിയിട്ട്
പബ്ലിക്കേഷനും അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, പൊതുജനങ്ങളിലേക്കും മീഡിയാസിലേക്കുമൊക്കെ ഈ ഫിനാൻഷ്യൽ ഡേറ്റാസ് എത്തിക്കുക. ഓക്കെ, ഈ 7 കാര്യങ്ങളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഫങ്ഷൻസ്? 1 ഇഷ്യൂവർ ഓഫ് കറൻസി നോട്ട്, 2 ബാങ്കേഴ്സ് ബാങ്ക്, 3 ബാങ്കർ ടു ഗവൺമെന്റ്, 4 റെഗുലേറ്റർ ഓഫ് ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അടുത്ത 5 കൺട്രോളർ ഓഫ് കറൻസി ആൻഡ് ക്രെഡിറ്റ്, 6 മാനേജർ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, 7 പബ്ലിഷർ ഓഫ് എക്കണോമിക് ഡാറ്റ ആൻഡ് അതർ ഡാറ്റ. ഓക്കെ, അപ്പോൾ നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതിൻ്റെ ഫംഗ്ഷൻ ഇന്ന് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് ബാങ്കിൻ്റെ സ്ട്രക്ചർ, ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ, 2 കൊമേഴ്സ്യൽ ബാങ്കും അതിൻ്റെ ഫംഗ്ഷനും, 3 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതിൻ്റെ ഫംഗ്ഷനും. ഓക്കെ, താങ്ക് യു.